കോഴികൾ. ഒരിക്കൽ ഒരിടത്ത് ഒരു അമ്മക്കോഴിയും 4 കുഞ്ഞിക്കോഴികളും താമസിച്ചിരുന്നു. ഒരു ദിവസം ഒരു കുഞ്ഞിക്കോഴി തന്റെ അമ്മയോട് ചോദിച്ചു. എന്നാൽ അവരോട് അമ്മ പറഞ്ഞു, ഇല്ല ഇല്ല, ശത്രുക്കൾ ഏതു നേരവും നിങ്ങളെ റാഞ്ചി കൊണ്ടുപോകാൻ തക്കം പാർത്തിരിക്കുകയായിരിക്കും. നിങ്ങൾ വലുതാകുമല്ലോ, അപ്പോൾ നിങ്ങൾ എവിടേക്ക് വേണമെങ്കിലും പൊക്കോളൂ. എന്നാൽ കുഞ്ഞിക്കോഴി പറഞ്ഞു, അങ്ങനെ അവർ അമ്മ പറഞ്ഞതൊന്നും കേൾക്കാതെ മൈതാനത്തേക്ക് പോയി. അവർ അവിടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പരുന്ത് അവരെ കാണുന്നത്. അത് അവരെ റാഞ്ചിക്കൊണ്ടുപോവാൻ വന്നപ്പോഴേക്കും 2 മുതിർന്ന കോഴികൾ വന്ന് അവരെ രക്ഷിച്ചു. അപ്പോഴേക്കും അമ്മ കോഴി ഓടിയെത്തിയിരുന്നു. അവർ 2 പേരും അവരോട് പറഞ്ഞു, നിങ്ങളെന്താ അമ്മ പറഞ്ഞത് കേൾക്കാതിരുന്നത്? എന്തിനാ മൈതാനത്തേക്ക് കളിക്കാൻ പോയത്? അപ്പോൾ ഒരു കോഴിക്കുഞ്ഞ് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെ അവർ 2 പേരും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പരുന്ത് നേരെ തന്റെ കൂട്ടുകാരനായ മൂങ്ങയുടെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു. പരുന്ത് പറഞ്ഞു, ഹോ, അവർ 2 പേരും വന്നില്ലായിരുന്നെങ്കിൽ ആ കോഴിക്കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ റാഞ്ചി എടുത്ത് പറഞ്ഞേനെ. അത് കേട്ട മൂങ്ങ പറഞ്ഞു, കഴിഞ്ഞു പോയത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാവും. നിനക്കവരെ വേണമെങ്കിൽ അവർ 2 പേരെയും തമ്മിൽ തല്ലിക്കണം. അവര് തമ്മിൽ തല്ലിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. അങ്ങനെ മൂങ്ങ ഒരു ഐഡിയ പരുന്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പരുന്ത് കോഴികൾ നിൽക്കുന്നിടത്തുള്ള ഒരു മരത്തിൽ വന്നിരുന്നു. അത് ആ കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടു. അവർ അത് ആ 2 കോഴികളോട് ചെന്ന് പറഞ്ഞു. അതിലൊരുവൻ ചോദിച്ചു, എന്താ ഇനി ഇന്നലെ കിട്ടിയതൊന്നും പോരേ? മതി, ഞാൻ നന്നായി. എന്നെ ഒറ്റ ദിവസം കൊണ്ടല്ലേ നിങ്ങൾ നന്നാക്കിയത്. അത് കേട്ട് കോഴിക്കുഞ്ഞ് പറഞ്ഞു, അല്ല, നിങ്ങൾ 2 പേരിൽ ആരാണ് നേതാവ്? ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല. എങ്കിലും ഉണ്ടാകും ഒരാൾ. ഇല്ല ഇല്ല, പറ, ആർക്കാണ് ഏറ്റവും കരുത്ത്? അപ്പോൾ 2 കോഴിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു. അത് കേട്ട മറ്റു 2 കോഴികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കരുത്ത് എനിക്കാണ്. അല്ലേ അല്ല, നിന്നേക്കാൾ കൂടുതൽ ശക്തി എനിക്കാണ്. അവർ തമ്മിൽ ഒരു വലിയ കലഹം തന്നെ ഉണ്ടായി. അവർ പരുന്തിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കിയില്ല. അങ്ങനെ ആ 2 കോഴികളും ഒടുവിൽ ചത്തു. ഹോ, എന്ത് എളുപ്പത്തിലാണ് കാര്യം സാധ്യമായത്. മൂങ്ങച്ചാന്റെ ഐഡിയ കൊള്ളാം. അങ്ങനെ പരുന്തിന്റെ ആഗ്രഹവും സഫലമായി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.